നിമിഷം. സുനിത വിജയൻ മഹിളാ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിത വിജയൻ, ഇപ്പോൾ ഈ സിമി റോസ്ബെൽ ജോൺ പറഞ്ഞ ആരോപണങ്ങളിൽ ഗുരുതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യങ്ങൾ, പലരും അങ്ങനെ ദുരനുഭവം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തുറന്നടിക്കുകയാണ്. ഇപ്പോഴും AICC അംഗമാണ്. അവർ പറയുന്നതിനെ അവിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? കേൾക്കാമോ? ഹലോ, ഞാൻ ചോദിച്ചു കേട്ടിരുന്നോ? കേട്ടില്ല, ഒന്നുകൂടി. ഉറപ്പായിട്ടും സുനിത വിജയൻ, അതായത് രാഷ്ട്രീയത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. AICC അംഗമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ? ഈ പറയുന്ന ആരോപണത്തെ, വെളിപ്പെടുത്തലിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്കുണ്ടായ അനുഭവം മുൻപ് ഞാൻ ചാനൽ മീഡിയയുടെ മുമ്പേ പറഞ്ഞ ആളാണ്. വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആളാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, വളരെ വ്യക്തമായിട്ട് ഞാൻ അന്ന് പ്രതികരിച്ചിരുന്നു. എനിക്കുണ്ടായ ദുരനുഭവത്തെ അന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നു. അതിനെതിരെ ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇതിനു മുമ്പേ പരസ്യമായിട്ട് ഒരാളെ, നമ്മുടെ രാഷ്ട്രീയത്തിനകത്തൊരു നേതാവിനെ തന്നെ അടിക്കുന്ന ഒരു രംഗത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. അതിന് ഇതായിട്ട് ഞാൻ പരാതി കൊടുത്തു. പരസ്യമായിട്ട് അടിച്ചു, എന്നോടൊരു വൃത്തികേട് കാണിച്ചു, ഞാൻ അടിച്ചു. അയാൾക്കെതിരെ ഇന്ന് വരെ ഒരു വിരലടക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പാർട്ടിയിൽ ഔദ്യോഗിക പരാതിയായിട്ട് നൽകിയപ്പോഴും നടപടിയൊന്നും ഉണ്ടായില്ല. നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. അയാൾക്കെതിരെ പ്രതികരിച്ചപ്പോ ആ പാർട്ടി എന്നെ പുറത്താക്കി. പാർട്ടി അയാൾ വാമനോരത്തെ സ്ഥാനാർത്ഥിയായി ഇന്നും എന്റെ മണ്ഡലത്തിൽ പോലും എന്നെ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അയാൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറയാൻ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഞാൻ അടങ്ങുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവിടെ വാമനാപുരത്തുള്ള സീനിയേഴ്സ് നേതാക്കൾ രമണി P. നായർ, കല്ലറ അൽകുമാർ, ഈ ഷംസുദ്ദീൻ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഞങ്ങളെ ഈ ടീമിനെ ഇറക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വർത്തമാനങ്ങൾ ബഹുമാനപ്പെട്ട DC പ്രസിഡന്റ് ശ്രീ പാലോട് രവിയായിട്ടുണ്ടായി. എന്നിട്ട് പോലും ഈ ആനാട് ജയൻ എന്ന് പറയുന്ന അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഇത്രയും പേരെ മാറ്റി നിർത്താൻ കാണിച്ച ആ ഒരു ആർജവും വളരെ വലുതാണ്. ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ അയാൾക്കെതിരെ ഞാൻ പ്രതികരിച്ചു. വർഷങ്ങൾക്ക് മുമ്പേ എന്നോട് വളരെ വ്യക്തമായിട്ട് വൃത്തികേട് കാണിച്ചു, ഞാൻ അടിച്ചു. എന്നിട്ട് പോലും അയാൾക്കെതിരെ ഒരു ചെറു വിരൽ അടക്കാൻ ഈ പാർട്ടിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഞങ്ങൾ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പാർട്ടി അയാൾ വഴി ഞങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് പവർ പൊളിറ്റിക്സ് അവിടെ നടക്കുവാണ്. പിന്നെ ആരോട് പറയാൻ, ഇതൊക്കെ എന്ത് പറയാൻ? ഞാൻ വളരെ വ്യക്തമായിട്ട് എത്ര പരാതി കൊടുത്താൽ ഇതിനെതിരായിട്ട് പരാതിക്കാരെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ. താങ്കൾ ഇപ്പോൾ സജീവമല്ലേ രാഷ്ട്രീയത്തിൽ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ ഞാൻ അടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ മാറ്റി നിർത്തി. അതായത് ഇയാളാണ് അതിന്റെ ഗ്യാങ് ലീഡർ. മാറ്റി നിർത്തി. അതായത് മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ ഇറക്കിയേ പറ്റോളെന്ന് പറഞ്ഞിട്ട് പോലും ശ്രീ പാലോട് രവി ഇയാൾക്ക് വേണ്ടി സഹകരിച്ചു. ഞങ്ങളെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രമണി P. നായർ അടക്കമുള്ള പ്രമുഖ വാമനപുരത്തെ നേതാക്കളോട് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ കള്ളം പറയുന്നതല്ല, സത്യമാണ് പറയുന്നത്. ഇതിപ്പോൾ താങ്കൾക്ക് നേരിട്ടത് ഒറ്റപ്പെട്ട അനുഭവമാണെന്ന് കരുതുന്നു. അതായത് സംസ്ഥാനത്തെ ഈ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്തരം അനുഭവങ്ങൾ സ്ത്രീകൾ പൊതുവായി നേരിടുന്നുണ്ട് എന്നുള്ളതാണോ ശരിവെക്കേണ്ടത്? ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ഭർത്താവ് അസമയത്ത് KPCCയുടെ നടയിൽ വെച്ചിട്ട് എന്നോട് വളരെ അപമര്യാദ രീതിയിൽ പെരുമാറുകയും എന്നെ വഴിതടയുകയും ഒക്കെ ചെയ്തു. ഞാനത് വാർത്തയായി. അയാൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഫോണിൽ വിളിച്ച് എന്നോട് മാപ്പ് അപേക്ഷിച്ചു. ഞാൻ ആ വോയിസ് ക്ലിപ്പിംഗ് അടക്കം ഞാൻ KPCCക്ക് പരാതി കൊടുത്തു. അന്ന് എന്നോട് പറഞ്ഞു അയാൾക്ക് മാപ്പ് കൊടുക്കാൻ. ആ ബിന്ദു കൃഷ്ണ ഞാൻ ഇന്ന് സ്ത്രീ എന്ന് പറഞ്ഞിട്ട് കൊടിയും പിടിച്ചു നടക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഇത് പൊതുവായി സംസ്ഥാനത്ത് പല ഇടങ്ങളിലും, അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ചു എന്ന് താങ്കൾ ആരോപിക്കുന്ന കാര്യം, അതിനപ്പുറത്തേക്ക് പൊതുവായി ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടോ താങ്കൾക്ക്? എത്ര പരാതികളാണ് അവിടെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് KPCCയിൽ പരാതി കിട്ടും. ആ പരാതി നേരെ അന്വേഷണ കമ്മിറ്റി DCCക്ക് കൊടുക്കും. DCC ഒരു അന്വേഷണ കമ്മിറ്റി വെക്കും. ആ അന്വേഷണ കമ്മിറ്റി വിളിച്ചിട്ട് അവര് 2 ദിവസം ഇങ്ങനെ നമ്മളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ച് കമ്മീഷൻ റിപ്പോർട്ട്, തെളിവെടുപ്പ് എന്നൊക്കെ. ആ തെളിവെടുക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇതേവരെ വെളിച്ചം കണ്ടിട്ടില്ല. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാം. ഇന്ന് വരെ KPCC പെണ്ണുങ്ങളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരാളെ പുറത്താക്കിയ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാകത്തേ ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചില്ലേ, ഇപ്പൊ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവ് എന്നോട് ഇത്രയും അപമര്യാദയായി പെരുമാറി അയാൾ എന്നോട് മാപ്പ് പറയുന്ന വോയിസ് ക്ലിപ്പിംഗ് വരെ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. എന്നിട്ട് എന്ത് നടപടി ഉണ്ടായത്?
ആ ബിന്ദു കൃഷ്ണ ഇപ്പം സ്ത്രീപീഡനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടിയും പിടിച്ച് നടക്കുന്നു. അതിന് കൃത്യമായ തെളിവ് ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നു ആ സമയത്ത് താങ്കൾക്ക്? പിന്നെ ഞാൻ അയാളെ എന്നോട് ഇങ്ങനെ അങ്ങനെ ഇത് റോഡിൽ തടഞ്ഞു നിർത്തി അപമര്യാദയായിട്ട് പെരുമാറി. അയാൾ ഉടൻ തന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് രാത്രി എന്നെ വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞു. അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല, വാർത്തയാക്കരുത് എന്നൊക്കെ പറഞ്ഞു മാപ്പപേക്ഷയോടുകൂടി എന്നോട് സംസാരിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തു. ആ ക്ലിപ്പിംഗ് അടക്കമാണ് അന്നത്തെ സംഘടനാ ചുമതലയുള്ള TU രാധാകൃഷ്ണൻ സാർ അടക്കമുള്ള KPC പ്രസിഡന്റ് എന്നോടൊപ്പം നിന്ന ആളാ പാവം. അവസാന നിമിഷം വരെയും പുള്ളി എന്നോടൊപ്പം നിന്നു, പറഞ്ഞു ഞാൻ നടപടി എടുക്കുന്ന ഉറപ്പും തന്നതാ. ഒടുവിൽ വന്നപ്പോ മാപ്പ് കൊടുക്കാൻ അന്നോടുകൂടി ഞാൻ രാഷ്ട്രീയത്തൊന്നും പിന്മാറി. അത് എന്നെ മാറ്റി നിർത്തുന്നത് ഏറ്റവും കാരണം ഞാൻ തൊട്ട് കളിച്ചത് ബിന്ദു കൃഷ്ണയാണല്ലോ. പരാതികൾ വ്യാപകമാണ്, എപ്പോഴും ഉണ്ടാകാറുണ്ട് കോൺഗ്രസിൽ പരാതികൾ. എത്ര ഈ ബിന്ദു കൃഷ്ണ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോ എത്ര പരാതി. ഞാൻ ജബി മേത്തർക്ക് ആദ്യം പരാതി കൊടുത്തത്. ഞാൻ മറ്റൊരാളുടെ കാര്യം ഇപ്പോൾ സുനിത വിജയൻ, താങ്കളുടെ പരാതി അതറിയാം, മാധ്യമങ്ങളൊക്കെ വന്ന് അറിയാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ താങ്കളോട്? എത്ര കേസുകൾ. ഒരു വനിതയെ ഫേസ്ബുക്കിലൂടെ പരസ്യമായിട്ട് അവരെ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവർ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, വളരെ സാധു സ്ത്രീയാണ്. അവരെ പരസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ വളരെ മ്ലേച്ഛമായ രീതി അപമാനിച്ചിട്ട് അവർ പരാതി കൊടുത്തിട്ട് അതും എൻക്വയറി കമ്മീഷൻ വെച്ച് അതിൽ ഒരാളെ പോലും ഇന്നേ അവരെ പുറത്താക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അയാൾ ഇന്ന് മണ്ഡലം പ്രസിഡന്റാണ് ഒരു സ്ഥലത്തെ, ഒരു മണ്ഡലത്തിലെ പ്രസിഡന്റാ. എത്ര പരാതികള് പാർട്ടി പരാതി കൊടുത്താൽ അവർ ഔട്ടാ. പിന്നെ ഓക്കെ, ശരി. സുനിത വിജയൻ മഹിളാ കോൺഗ്രസ് നേതാവാണ്, അവരാണ് പ്രതികരിച്ചത്. നേരത്തെ ഇത്തരത്തിലൊരു പരാതി സമാനമായിട്ടുള്ള സാഹചര്യം ഉന്നയിച്ചിരുന്നു. ആ വിവരങ്ങൾ, ആ അനുഭവങ്ങളാണ് പങ്കുവച്ചത്.